കോവല തെണ്ടി നടക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. പറഞ്ഞു കേട്ടോ. റോസ്കൽ രാത്രി നീ ഇന്നലെ കക്കാൻ പോകുന്നുണ്ടോ? വണ്ടിയെ കയറിയ ഉടനെ തുടങ്ങും ഉറക്കം. അല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിന്നെയൊക്കെ ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം തല്ലാൻ. പേര് ഡ്രൈവർ എന്നാണെങ്കിലും ജോലി മറ്റു വല്ലതും അല്ലേ? ബുദ്ധിമുട്ടാണെ പോയിക്കോടാ. നിന്നേക്കാളും ബുദ്ധിയും കഴിവുള്ള പിള്ളേരെ എനിക്ക് വേറെ കിട്ടും. എന്റെ പൊന്ന് സാറേ, സാർ രാവിലെ ഉടക്കാൻ നിൽക്കാൻ പോയുള്ള ജോലി നോക്കിയാട്ടെ. അല്ലെങ്കിൽ തന്നെ വിഷുവിനും സംക്രാന്തിക്കും ഒക്കെ ഓഫീസിൽ വരവ്. മതിയാ നിർത്ത്. തോളിൽ നിന്ന് ചെവി തിന്നോ, പക്ഷെ തല മുഴുവനോടെ തിന്നല്ലേ കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. 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 ഗുഡ് മോർണിംഗ്. ആ ഫയൽ എടുത്ത് വെച്ചോ. ഏത് ഫയലാ സർ? മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താ ഇത്ര മറവി? ഇന്നെനിക്കത് കാണണം. ആ ഗോവല, ചെറിയ പണി. എന്താ? നമുക്ക് മറ്റേ പാർട്ടി ഒന്ന് കാണണ്ടേ? ഏത് പാർട്ടി? രേവതി. വേറെ ആളെ നോക്ക്, എനിക്ക് പറ്റില്ല. നീ കുറച്ചേരം കാറിൽ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതിയാ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതെന്റെ ജോലിയല്ല. ഗോവല ഏത് ഫയലിന്റെ കാര്യം സാറ് പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ല മേരി. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മേരി പുതിയ ആളായതുകൊണ്ടാ ഓർമ്മ കിട്ടാത്തത്. കിട്ടിക്കോളും. യെസ്, കം ഇൻ. ഇതെന്താ? ഒക്കെ സൈൻ ചെയ്തിട്ടൊന്ന് പോവും. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഓഫീസിൽ വന്നെങ്കിൽ ഇത്രയും പെൻഡിങ് വരില്ലായിരുന്നു. ഞാൻ ശ്രമിക്കാന്നിട്ടല്ല ഡേവിഡേ, ജോലി തിരക്കല്ലേ. ഓഫീസിലെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. വീട്ടിലാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാ. അറിയാം. ഇവിടെ ഇപ്പൊ ഡേവിഡിന് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ. മേ ഐ കം ഇൻ സർ? യെസ് പ്ലീസ്. സാർ, ആ ഫയൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡേവിഡ് പോയിക്കോളൂ. അർജന്റായ പല മാറ്റേഴ്സ് ഉണ്ട് അതിൽ. അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. മേരി വേണ്ട സാർ, ഞാൻ നിന്നോളാം. ജോലി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സാർ. അധികം വർക്ക് റോസ്മേരിക്ക് തരരുതെന്ന് ഞാൻ ഡേവിഡിനോട് പറഞ്ഞിരുന്നു. ഈ സുന്ദരികളായ പെൺകുട്ടികൾ ഓവറായിട്ട് ജോലി ചെയ്താൽ അത് അവരുടെ സൗന്ദര്യത്തെ ബാധിക്കും. അതുകൊണ്ടല്ലേ പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ ജോലിയൊന്നും ചെയ്യായിരുന്നു. നൃത്തം, സംഗീതം, അതുപോലെയുള്ള സുകുമാര കലകളിൽ ഏർപ്പെട്ട് അങ്ങനെ കഴിയുക. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രധാന ജോലി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട്. വിരസമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കുക, വിടർന്ന ഒരു പൂവ് കാണുക, മേരിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുക, ഇതൊക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. സാർ, ആ ഫയൽ ഏതാണെന്ന് ഓർമ്മിപ്പിച്ചാ? എന്താ എന്റെ സംസാരം ബോറടിപ്പിച്ചോ? അയ്യോ, അതല്ല സാർ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞാൻ സ്ത്രീകളോട് പൊതുവെ അധികം സംസാരിക്കാറില്ല. മേരിയെ കാണുമ്പോ എന്തോ സംസാരിക്കാനൊരു രസം. മേരിക്കറിയോ, ഈ ഫയലുകൾക്കിടയിലും ചായത്തോട്ടത്തിലും ഒന്നും വന്നുപെടേണ്ട ആളല്ല ഞാൻ. 10-30 വർഷം ജീവിച്ചു. എന്ത് നേടിയെന്ന് ചോദിച്ചാ ഒന്നുമില്ല. പിന്നെ കുറെ പണം, അതിലെന്ത് കാര്യം? നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്, ഓർമ്മിക്കാനൊരു പെൺകുട്ടി, ഒക്കെ വെറും സ്വപ്നങ്ങളാണ്. ജീവിതം വല്ലാതെ മടുപ്പ് തോന്നുന്നു. മേരിയെ കാണുമ്പോ എന്തോ ഒരു ആശ്വാസം. എന്താടാ? മറ്റേ പാർട്ടിയെ കാണണ്ടേ? ഏത് പാർട്ടി? കുറച്ചു മുമ്പ് പറഞ്ഞോ, മറന്നുപോയോ? എല്ലാം വിശദീകരിച്ച് പറയണോ? മറ്റേ ഹോസ്റ്റലില്? വേണ്ട, മേരി പോയിക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ശരി സാർ. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ? ഇത് നാറ്റ കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. നീ പോയി രേവതി ചെന്ന് കണ്ടിട്ടോ. എന്ത് പറയണം? എഴുത്തുവല്ലോ ഉണ്ടോ? ഞായറാഴ്ച ഒരു ഔട്ടിങ്ങിന് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. 5 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. കോളേജിൽ പോകണോ ഹോസ്റ്റലിൽ പോകണോ? ലഞ്ച് ടൈമിന് ഹോസ്റ്റലിൽ പോയാൽ മതി. ചെല്ലടാ. ഓ, പെങ്ങളെ രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? മുറിയിലുണ്ടല്ലോ. പെങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ.
ഓ നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ, ധാരാളം കേട്ടിട്ടുണ്ട്. കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ. രേവതി, ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. ഞാനാ ഗോപാലകൃഷ്ണൻ. വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വര, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്താ പ്രശ്നം? എല്ലാം മാറ്റിനറിഞ്ഞു. വിഷ്ണുട്ടിന്റെ കത്തുകളൊക്കെ പിടിച്ചു. എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിവാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ, ഫോൺ വന്നാ തരില്ല, കാണാൻ ആള് വന്നാ അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി. കുറെ ചോദിച്ചെങ്കിലും വിഷ്ണുട്ടിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡാഡി അറിഞ്ഞ എന്നെ കൊന്നു കളയും. അതിപ്പോ ഞാൻ സാറിനോട് ആരാ? ഞാനറിയില്ല. മാറ്റൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. അയ്യോ ഞാനോ? അതെ, ഇതാണ് മാറ്റൻ. നിങ്ങൾക്കല്ലേ മാറ്റനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പാടിപ്പോ. നിങ്ങളാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. എന്റെ പേര്. എന്ത് വേണം? അത് പിന്നെ സാറ് കുട്ടി ഇവിടെ വേക്കൻസി ഉണ്ടോ? എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. നിങ്ങൾക്കോ? അതെ. എന്റെ പെങ്ങളുണ്ട്, കോളേജ് പഠിച്ചോണ്ടിരിക്കുക, ഒറ്റയ്ക്ക്. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്. മേരി. മേരിയോ? മേഴ്സി. മിസ്റ്റർ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? താൻ സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ തന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അല്ല സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ ഇവിടെ വാച്ച്മാൻ! വാച്ച്മാൻ! ഹായ് അങ്കിൾ. ഹായ് ജയ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അങ്കിൾ. പെൺകുട്ടികളുടെ വളർച്ച ദിവസം തോറുവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ വളർച്ച നിമിഷം തോറുവാ. ഓരോ നിമിഷം കഴിയും തോറും നീ കൂടുതൽ സുന്ദരിയായിട്ട് വരിക. എന്താ ഇതിന്റെ ഒരു രഹസ്യം? ഈ അങ്കിൾ എപ്പോഴും എന്നെ കളിയാക്കും. അയ്യോ അല്ല, മേനകയെ കണ്ടപ്പോ വിശ്വാമിത്രന്റെ തപസ്സിളകി എന്ന് പറയുന്ന കഥ കള്ളക്കഥയൊന്നും അല്ല. അല്ലെങ്കിൽ വല്ല കല്ലോ മരമോ ഒക്കെ ആയിരിക്കണം. ഞാനൊന്നും അങ്ങനെ അല്ലല്ലോ, ചോരത്തിളപ്പുള്ള ഒരു യുവാവല്ലേ. മാത്രമല്ല അങ്കിൾ കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ഈ സൗന്ദര്യത്തിലൊന്നും ഒരർത്ഥമില്ല കുട്ടി. ഒരു 10 വർഷം കഴിയുമ്പോൾ എനിക്ക് 40 വയസ്സാകും, നിനക്ക് 25 വയസ്സാകും. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണ കാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം. അത് വെറുതെ പഴക്കി കളയണോ? ഞാൻ പാഴാക്കില്ല. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ? ഇല്ല, അങ്കിളും കൂട്ടാം. പോട്ടെ അങ്കിൾ. അങ്ങനെ അങ്ങ് പോയാലോ? ജയ ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ. വന്നാ ഒരു കാപ്പിയെ കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കൽ വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ്ണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വീട്ടിൽ അറിയണ്ടെന്നേ, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡാന്ന് പറഞ്ഞാ മതി. എന്താ? ശരി, സാറേ. ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ. എടാ, എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്. എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വിട്ടിട്ട് സാർ ഇവിടെ വന്നെന്ന് സൊല്ല. ഞാൻ 3-3:30 മണി വരെ ഓഫീസിൽ കാത്തിരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ നെഞ്ചത്തുകാരൻ ഇറങ്ങിയേനെ. എല്ലാം കുളമാക്കിയോ? കുളം ആക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം 2 ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം. വാ.